ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്ന പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അവിടെ ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി വലിയ ചർച്ചയാണ്. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി, ഗോവിന്ദൻ, ശ്രീമതി, വിജയരാഘവൻ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് വളരെ പെട്ടെന്ന് ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ പാണക്കാട് തങ്ങളുമായി ഒരു അഭിമുഖം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളോട് ലീഗിൻ്റെ സമീപനം എന്താണ്? അതിൻ്റെ ഉത്തരം സാർ വായിച്ചല്ലോ. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഉത്തരം കൂടെ ഒന്ന് വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗിൻ്റെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല. ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദവേദി രൂപീകരിച്ചിരുന്നു. അത് മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുള്ള മുന്നേറ്റമാണ്. അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ മുന്നണിക്ക് എന്ന് വെച്ചാൽ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നുമുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ അധ്യക്ഷൻ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതുമാണ്. കാരണം ഇത്രയും കാലം മുസ്ലിം ലീഗ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജനാധിപത്യവാദികളും സെക്കുലറിസ്റ്റുകളുമാണെന്നാണ്. ആ ഇൻ്റർവ്യൂ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്: കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കും അവസാന വാക്കും പാണക്കാട് തങ്ങൾമാരാണ് എന്ന്. മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിൻ്റെ ഒറ്റ വാക്കും അവസാന വാക്കും തങ്ങളുമാണ്. ചോദ്യത്തിന് ഉത്തരമായി മറുപടി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സംഘടനയല്ല. മൗദൂദി അത് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന അംഗീകരിക്കുന്നില്ല, സെക്കുലറിസം, ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, ഡെമോക്രസി അംഗീകരിക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കുന്നത് ശരീഅത്ത് നിയമപ്രകാരമുള്ള ഇസ്ലാമിക രാഷ്ട്ര വ്യവഹാരത്തെയും സങ്കല്പത്തെയുമാണ്. ആ ഇസ്ലാമിക രാഷ്ട്ര വ്യവഹാര സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ലോക ഭരണക്രമം ഉണ്ടാകണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗ്രഹം. നടക്കോ ഇല്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. അവരതിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനയുമായി തങ്ങൾക്ക് ഇവിടുത്തെ ഇത് തീവ്രവാദം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പോഴല്ല, പണ്ടേ ബന്ധം ഉണ്ടായിരുന്നു. അതെ, അത് എന്നാണ്? വളരെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ്. ആ സൗഹൃദവേദി രൂപീകരിക്കുന്നതിൻ്റെ ഒരു ഒത്തുതീർപ്പായിട്ടാണ് സിമി നേതാക്കളായിട്ടുള്ള കുറേ പേര് മുസ്ലിം ലീഗിൽ എത്തിയിരുന്നതും അവർക്ക് അധികാരം കിട്ടുന്നതും. ജലീലിനെ പോലെയുള്ളവർ, നിങ്ങൾ E.T. മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, K.T. ജലീൽ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പഴയ സിമി പ്രവർത്തകരാണ്. ആ സിമി പ്രവർത്തകര ഇതിലേക്ക് എടുക്കുന്നത് തന്നെ ഈ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ടാണ്. വെറുതെ അല്ല. അന്നത്തെ ധാരണ അന്തർധാരയല്ല, ബാഹ്യധാര തന്നെയാണത്. നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ല, മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM ഇപ്പോൾ ചെയ്യുന്നത് തുറന്നു കാട്ടാനുള്ള ശ്രമം സ്വാഗതം ചെയ്യപ്പെടേണ്ടേ? അല്ല, മുസ്ലിം ലീഗിന് മുസ്ലിം ഇസ്ലാമിക തീവ്രവാദത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ആര് ചെയ്യുന്ന ശ്രമത്തെയും നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം തീവ്രവാദം ജനാധിപത്യ വിരുദ്ധമാണ്, മതസൗഹാർദ്ദത്തിനെതിരാണ്, മനുഷ്യ സാഹോദര്യത്തിനും സമാധാനത്തിനും എതിരാണ്. പക്ഷേ സ്വാഗതം ചെയ്യണമെന്ന് പറയുമ്പോൾ സാർ ഒരു പ്രശ്നമുണ്ട്. CPMൻ്റെ ഈ നിലപാട് ആത്മാർത്ഥതയോടെ ഉള്ളതാണ്. കാരണം അവരാദ്യം ലീഗിൻ്റെ പുറകെ നടന്നവരാണ്. അല്ലാതെ വന്നപ്പോഴല്ലേ? അല്ല, അത്രയും വേണ്ട. നമ്മൾ ഈ രാഷ്ട്രീയത്തിലും ബാക്കി കാര്യങ്ങളിലും ഒരാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തെ തുറന്നു കാണിക്കണം എന്ന് മുഖ്യമന്ത്രി പറയണമെങ്കിൽ അതിനോട് യോജിക്കാം. തീർച്ചയായും അതിനോട് യോജിക്കാം. പക്ഷേ മുസ്ലിം ലീഗിനെ ഭരണത്തിൽ എടുത്തതിന് ശേഷം ചെയ്യണം എന്നാണ് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അതിന് യോജിക്കാനും പറ്റില്ല നമുക്ക്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന PFI അടക്കമുള്ള കക്ഷികളുമായി
യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതെ, അതൊന്നാമത്തെ കാര്യം. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഒരു അക്കാഡമിക് ചോദ്യമാണ്. അക്കാഡമിക് മാത്രമല്ല, നിയമപ്രശ്നം കൂടെ അതിനകത്തുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ജാതി മത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ലീഗിൻ്റെ അധ്യക്ഷൻ്റെ ഈ പ്രസംഗം, ഈ അഭിമുഖം സമ്മതിക്കുന്നുണ്ട് തങ്ങളൊരു മത കക്ഷിയാണെന്ന്. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ ലീഗിൻ്റെ ഇതേവരെയുള്ള സെക്കുലർ ജനാധിപത്യ മുഖം കൂടി അഴിഞ്ഞു വീണില്ലേ? സുനിലെ, ഒരു കാര്യമുണ്ട്. 1906 ഡിസംബർ 31 മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത് തന്നെ മുസ്ലിം മത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുജന സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ സംഘടനയല്ല. ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ച ചരിത്രമുണ്ടോ? അല്ല, അവർ പറയുന്നത് അവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന്. അല്ല, ഞാൻ അതൊക്കെ പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു ദേശീയ, ഇവർ കോൺഗ്രസ്സിലുണ്ടായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സിലേക്ക് മുസ്ലിങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി നടത്തിയ അറ്റകൈ പ്രയോഗമായിരുന്നു ഖിലാഫത്ത്. ഗാന്ധി പറയണത് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ മതരാജ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുർക്കിയിലെ സുൽത്താൻ്റെ രാജ്യം 4 വിഭജിക്കപ്പെട്ടതിൽ. അപ്പോൾ ഈ ദുഃഖകാലത്ത് അവരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും നമ്മോടൊപ്പം വരുമെന്നായിരുന്നു ഗാന്ധി പറഞ്ഞത്. പക്ഷേ അവർ വന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇതിനെതിരായിട്ട് നിന്ന് ഹിന്ദു വംശഹത്യ നടത്തുകയും ചെയ്തു. അതല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഹിന്ദു വംശഹത്യ അന്ന് നടന്നില്ലേ? KP കേശവമേനോൻ്റെ ആത്മകഥയിൽ കേശവമേനോൻ എഴുതി വച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 18,000 മുസ്ലിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് അതിൽ വന്ന മുസ്ലിങ്ങളെല്ലാം ഖിലാഫത്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. 1947 അവർ നിലകൊണ്ടത് എന്തിനായിരുന്നു? മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടായിരുന്നു. ആ 47 മുൻപ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വല്ലുപ്പ ആ വല്ലുപ്പാപ്പ ലഹളയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ആളാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയല്ല, ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ആളാണ്. ആ നാട് കടത്തപ്പെട്ട പാരമ്പര്യവും കൂടി ഉണ്ട് മുസ്ലിം ലീഗിനെന്നാണ് ഇതിൽ നിന്ന് വരുന്ന കാര്യം. അപ്പോൾ മുസ്ലിം ലീഗ് ഒരിക്കൽ പോലും ഒരു സെക്കുലർ സംഘടനയല്ല, മതസംഘടനയാണ് എന്നിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അല്ല, സമ്മതിച്ച പണ്ടേ ആണ്. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് രാമൻ MLA ഒക്കെ ഉണ്ടായിരുന്നു ലീഗിൽ. ഒരു രാമൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു രാമനല്ലാതെ വേറൊരു രാമനില്ല. നിങ്ങൾ വേറൊരു രാമനെ കാണിച്ചു തരൂ. ഇല്ലല്ലോ. അപ്പം താങ്കൾ പറയുന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട് ഇതിനകത്ത്, BJPക്ക് ഒറ്റ മുസ്ലിം MP ഇല്ലയെന്ന്. BJPക്ക് മുസ്ലിം MP ഇല്ല. അതിനെന്താ കുഴപ്പം? അപ്പോൾ BJP ഒരു വർഗീയ പാർട്ടിയല്ലേ? BJP ദേശീയ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയല്ലോ. ഇവരെ ഏതെങ്കിലും ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ടോ? ഒരാളുടെ പേര് പറഞ്ഞു തരൂ. കേരളത്തിൽ തന്നെ BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥി. പിന്നെ സലാം സാർ ഉണ്ടായിരുന്നില്ലേ? അതും മലപ്പുറത്ത് തന്നെ മത്സരിച്ചില്ലേ? ഇവർക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് BJPയിൽ MP ആയിരുന്നല്ലോ. MP ആകാൻ ചിലപ്പോൾ മന്ത്രിയാകാം. അല്ല, എത്രയോ സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ജയിക്കാത്തതാണ് കുഴപ്പം. ജയിപ്പിക്കുന്നില്ല. മലപ്പുറത്ത് സലാം സാറ് മത്സരിച്ച സമയത്ത് സലാം സാറിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് MLA MP-യുമായി മന്ത്രിയുമായിരുന്നാനേ. അതെ. അപ്പോൾ ഇപ്പോൾ ലീഗിൻ്റെ അധ്യക്ഷൻ തങ്ങളുടെ ഈ നിലവിളി അല്ലെങ്കിൽ പരിദേവൻ അല്ല, ഇതിൽ കഴമ്പില്ല. അല്ല, കഴമ്പില്ല എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. അതെന്താണെന്നറിയാമോ? ഇവരിത് എവിടെ കൊണ്ട് നിർത്തും? എല്ലാ വർഗീയ സംഘടനകളുമായും എല്ലാ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് ഈ സമ്മതിച്ചിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയുന്നത്. അല്ല, അത് സമ്മതിച്ചു കഴിഞ്ഞു. ആലോചിക്കാതെ പറഞ്ഞ മറുപടി അല്ലല്ല, ആലോചിച്ചുറപ്പിച്ച്. ഈ ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവം എന്താണ്? ഈ ഇൻ്റർവ്യൂ ഒരു സ്പോൺസേഡ് ഇൻ്റർവ്യൂ അല്ലേ? 5 പേരാണ് ഇൻ്റർവ്യൂ. 5 പേരിരുന്നുകൊണ്ട് ഒരു സ്പോൺസേഡ് ഇൻ്റർവ്യൂ ആണ്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം ഇതിൽ കാണുകയും ചെയ്യാം. ഇറ്റ് ഈസ് എ സ്പോൺസേഡ് ഇൻ്റർവ്യൂ.
അദ്ദേഹത്തിന് മുൻകൂട്ടി അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാത്ത ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല അതിനകത്ത്. ആ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വളരെ ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറുപടികളാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല, അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരങ്ങൾ പറയാനുള്ള ചോദ്യങ്ങൾ, ലോഡഡ് ക്വസ്റ്റ്യൻസ്, ഒരു ജേർണലിസത്തിൽ ചോദിക്കാൻ പാടില്ലാത്ത ലോഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂവിൽ അത് സത്യസന്ധമായിട്ട് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ അവസാന വാക്കാണെന്നാണ് പറയണം. മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കും അവസാന വാക്കുമാണെന്നാണ് പറയുന്നത് മുസ്ലിം ലീഗ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തീവ്രവാദ മുസ്ലിങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതെ അതെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഇവരെന്തുകൊണ്ടാണ് ഈ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിലൊരു തിരുത്താവശ്യപ്പെടാത്തത്? തങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന്, മാപ്പിള ലഹള തെറ്റായിരുന്നു, അതിൽ വന്ന ഹിന്ദു വംശഹത്യ സത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു എന്ന് ഒരു വാക്ക് മുസ്ലിം ലീഗ് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ലീഗ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ എടുത്ത നിലപാട് നമുക്കറിയാം. മാത്രമല്ല, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴും തങ്ങളത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അല്ല, അത് ശരിയാണ്, അത് സമ്മതിക്കാണ്, അത് സമ്മതിക്കുന്നത്. അന്നപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ആ നിലപാടിനെ നമ്മൾ പ്രശംസിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനെ തള്ളിപ്പറയുന്നില്ല. എന്ന് 1921 വംശഹത്യയെ തള്ളിപ്പറയുന്നില്ല. അത് വംശഹത്യയാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അല്ല, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആളെ കൊന്നില്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കാര്യം? പിന്നെ വേറൊരു കാര്യം, ഒരു മതസംഘടനയാകുമ്പോൾ അവർക്ക് താല്പര്യം രാഷ്ട്ര നിയമത്തോടാണോ മതനിയമത്തോടാണോ? തീർച്ചയായും മതനിയമത്തോടായിരിക്കും. അപ്പോൾ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ അതെ, അദ്ദേഹത്തിൻ്റെ എനിക്ക് ഈ മറയില്ലാതെ എന്നുള്ള തലക്കെട്ടിൽ ഈ കൊടുത്ത അഭിമുഖം ലീഗിൻ്റെ ഇതുവരെ മറച്ചു വെച്ചിരുന്ന ഒരു മുഖം പരസ്യമാക്കി. അല്ല, മറച്ചു വെച്ചിരുന്ന വർഗീയ തീവ്രവാദ മുഖം പരസ്യമായി വന്ന്. അല്ല, ഇപ്പോൾ സാറ് പറഞ്ഞത് ആലോചിച്ചുറച്ചിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെൽഫ് എക്സ്പോസ്ഡ് ആവാൻ ലീഗ് ഇപ്പോൾ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ തയ്യാറാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ മൊത്തം ലീഡർഷിപ്പ് ലീഗിന് തന്നെ കിട്ടണം. ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ശക്തി കിട്ടി വരുന്നുണ്ട്. സമസ്തയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ 2, 3, 4 ചെറുതും വലുതുമായിട്ടുള്ള മുസ്ലിം സംഘടനകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നുണ്ട്, അൻവർ അടക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മുസ്ലിങ്ങളിലാണ് തങ്ങളുടെ ശക്തി എന്നും ആ മുസ്ലിങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ തീവ്രവാദത്തെ അംഗീകരിച്ചേ പറ്റൂ. കാരണം മുസ്ലിം ജനസംഖ്യയിൽ ഒരു നല്ല ശതമാനം പേര് ഇപ്പോൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അല്ല, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും അടുത്ത നിയമസഭയിൽ UDF ഭരണം പിടിക്കുക, അതിൻ്റെ താക്കോൽ സ്ഥാനം ലീഗിനായിരിക്കണം എന്നതാണോ? അതെ, ഞാൻ കേൾക്കുന്ന ഒരു കാര്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം ലീഗ് 40 സീറ്റിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ, സുനിൽ ശ്രദ്ധിച്ചോ? അത് UDF എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യമാണെന്ന്. പൊതുവിൽ അങ്ങനെയായിരുന്നു എക്കാലത്തുള്ള ധാരണ. അല്ല, ക്രിസ്ത്യൻ മുസ്ലിം ഐക്യമാണ് UDF എന്ന് പറഞ്ഞാൽ ഹിന്ദു ഇല്ല അതിനകത്ത്. ഈ രാജ്യത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ അവഗണിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യമാണെന്നാണ് ഈ പറയുന്നത്. ആ രാഷ്ട്രീയ സഖ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പോകുന്നത്. പിന്നെ ഇതിനകത്ത് കളവ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അത് മുനമ്പം ഭൂമി സംബന്ധമായിട്ടാണ്. മുനമ്പം ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമ്പൂർണ്ണമായും പച്ചക്കള്ളമാണ്. അത് രാമജന്മഭൂമിയായിട്ട് കണക്ട് ചെയ്തു. അല്ല, പച്ചക്കള്ളമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഈ വഖഫാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? പാണക്കാട്ട് തങ്ങളാണ്. അതെ, ഓൾവേസ് വഖഫ്. വൺസ് എ വഖഫ് എവർ എ വഖഫ്. അത് പിന്നെ വഖഫ് അല്ല എന്ന് പറയാൻ കോടതിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് നിയമം അനുസരിച്ചിട്ടാണ്? വേറൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടി അതിനകത്തുണ്ട്. എവിടെ പള്ളിയുണ്ടെങ്കിലും
ആ പള്ളിയുള്ള സ്ഥലങ്ങളൊക്കെ വഖഫാണെന്ന്. അങ്ങനെ പറഞ്ഞു. എവിടെ പള്ളി ഉണ്ടാക്കിയാലും ആ പള്ളി ഇരിക്കുന്ന സ്ഥലമൊക്കെ വഖഫാണ്. വഖഫാണെന്ന്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയെല്ലാം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ടോ അവിടെയൊക്കെ സ്വയംഭരണാധികാരം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഈ ലീഗല്ല, പഴയ ലീഗ്, ജിന്നയുടെ ലീഗ്. ജിന്നയുടെ ലീഗ് 47 ഓഗസ്റ്റ് 14 വരെ ഉണ്ടായിരുന്നു. 15-ാം തീയതിയാണ് ഇവർ പേര് മാറ്റി വന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി, പിന്നെ അവാമി ലീഗായി, പാകിസ്ഥാൻ ലീഗായി. അവാമി ലീഗ് ബംഗ്ലാദേശിൽ വന്ന്, ഇവിടെ ഇന്ത്യൻ യൂണിയൻ ലീഗ് വന്ന്. അപ്പോഴും അവരെ ഒരിക്കലും ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് മുസ്ലിങ്ങൾ ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറിയതിന് ഒരു തെളിവ് കൊണ്ടുവരൂ. ദേശീയ മുസ്ലിം എന്ന് പറയുന്നൊരു ചെറിയ ഒരു അല്ലല്ല, അത് എന്താ പറയുക, ഒരു ഷോ പീസ് ഉണ്ടായിരുന്നു. ഈ ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റിയൊരു ഇതുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു അതിനകത്ത്? എത്ര പേരുണ്ടായിരുന്നു? മുസ്ലിങ്ങൾ ഒരിക്കലും അവരുടെ മത താല്പര്യം വിട്ട് ഒരു രാഷ്ട്രീയ താല്പര്യത്തേക്കോ പൊതു താല്പര്യത്തേക്കോ വന്നിട്ടേയില്ല, ലോകത്തെല്ലായിടത്തും, ഇവിടെ വിശേഷിച്ചും. അത് പാണക്കാട് തങ്ങൾ ആ അഭിമുഖത്തിലൂടെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കാണ് തങ്ങളുടേത്, അവസാന വാക്കുമാണ്. അപ്പം മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കും അവസാന വാക്കുമാണ് എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ തീവ്രവാദം ഉപേക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീവ്രവാദത്തിലേക്ക് എത്തിയിരിക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കുകയും ചെയ്തിരിക്കണം. അല്ല, രണ്ടിലേതാണെന്ന് തങ്ങൾ വിശദമാക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തീവ്രവാദ സംഘടനകൾ ഒന്നും തന്നെ തീവ്രവാദം ഉപേക്ഷിച്ചിട്ടില്ല. ഒരിക്കൽ തീവ്രവാദി എപ്പോഴും തീവ്രവാദി എന്നുള്ളതാണ്. അവരാരും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഓപ്ഷൻ എന്താ ഉള്ളത്? മുസ്ലിം ലീഗ് അതിലേക്ക് പോകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്തിനാണ് ഈ കാപട്യം? ഏതായാലും വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളാണ് ഈ ലീഗ് അധ്യക്ഷൻ. അല്ല, അത് വലിയ അപകടം പിടിച്ചൊരു നിരീക്ഷണം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ന്യൂനപക്ഷ മതങ്ങളുടെ ഒരു സഖ്യമുണ്ടാക്കി രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ്. അതെ അതെ അതെ, അത്തരത്തിൽ ആളുകൾ ഇത് മനസ്സിലാക്കട്ടെ. ഏതായാലും നമ്മുടെ ഈ വർത്തമാനം അതിന് സഹായിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.